ഇഖ എന്ന് പറയുന്ന ഒരു പൂനെ ബേസ്ഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ഓടുന്ന EV ബസ്സുകൾ മിക്കതും ഇഖയുടെ ബസ്സുകളാണ്. ഇപ്പോൾ ഈ ഒരു എക്സ്പോയിൽ ഇവര് 10ഓളം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് നമുക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു EV ബസ്സാണ് ഇഖ കോച്ച് എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കോച്ചിന് 450 കിലോമീറ്റർ അവർക്ക് ബാറ്ററി കപ്പാസിറ്റിയിൽ 300+ കിലോമീറ്റർ റേഞ്ച് ആണ് അവർ പറയുന്നത്. അത് മാത്രമല്ല മെയിൻ അട്രാക്റ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇവരുടെ HMV വെഹിക്കിൾസ് എല്ലാതും CCS2 പ്രോട്ടോകോളിലാണ്. 3 വീലേഴ്സ് എല്ലാതും വരുന്നത് ആ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിൾസ് എല്ലാതും Type 6 പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. JBM ഗ്രൂപ്പിൻ്റെ പവലിയനിലേക്ക് വരുമ്പോഴും സ്ഥിതി മറിച്ചൊന്നുമല്ല. ഏകദേശം 10 വർഷക്കാലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇറക്കി പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് JBM ഗ്രൂപ്പ് എന്ന് പറയുന്നത്. NCR ബേസ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഷട്ടിൽ സർവീസ്, എയർപോർട്ട് ഷട്ടിൽ സർവീസുകൾക്കൊക്കെ എയർലൈൻസ് യൂസ് ചെയ്യുന്ന കൂടുതലും ബസ്സുകൾ ഈ പറയുന്ന ഒരു JBM മൊബിലിറ്റിയുടെ ബസ്സുകൾ തന്നെയായിരിക്കാം. ഈ ഒരു ഭാരത് എക്സ്പോ 2025 ഏകദേശം 4ഓളം ബസ്സുകൾ ഇറക്കി കാണികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് JBM മൊബിലിറ്റി. അതിലെടുത്തു പറയേണ്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ഹോസ്പിറ്റൽ ഓൺ വീൽസ് എന്ന് പറയുന്നത്. എല്ലാ ബസ്സുകളും CCS2 കാറ്റഗറിയിൽ തന്നെയാണ് ചാർജിങ് പോസിബിൾ ആയിട്ടുള്ളതെന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. JBM ഈ ഒരു പവലിയനിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ബസ് ഒരു പക്ഷേ നാളെയുടെ ബസ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹോസ്പിറ്റൽ ഓൺ വീൽസ് എന്ന് അവർ പേര് നൽകിയിട്ടുള്ള ഒരു ബസ്സിൽ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു മിനി ഹോസ്പിറ്റലാണ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. CCS2 ചാർജിങ് പ്രോട്ടോക്കോളിൽ തന്നെ ഏകദേശം 300 കിലോവാട്ട് ബാറ്ററിയിൽ 400 മേലെ കിലോമീറ്റർ മൈലേജ് അവകാശപ്പെടുന്ന ഈ ഒരു ബസ് നാളെ ഹോസ്പിറ്റൽ നിരത്തുകളിലും കാണാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കാം.